നമസ്കാരം ഗായ്സ്. അപ്പൊ നമ്മുടെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പൊ രണ്ടാമത്തെ കണ്ടന്റ് ടോപ്പിക് ആയിട്ടാണ് ഇന്ന് വന്നാക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഗായ്സ്. അപ്പോൾ ഒരു ഷോർട്സ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടി റെഡി ആവുന്നത്. അപ്പൊ അതെന്തായാലും ഒരു വ്ലോഗ് ആക്കാമല്ലോ. ഞാൻ നേരത്തെ ഓൾറെഡി ഈ ഒരു കണ്ടന്റ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ വ്ലോഗിലേക്ക് പോകാം ഗായ്സ്. അപ്പോൾ ഗായ്സ് നമുക്ക് ഫസ്റ്റ് മോയ്സ്ചറൈസറിന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എടുത്താക്കുന്നത് ഡെർമാഡിയോന്റെ ബേബി ലോഷനാണ്, മോയ്സ്ചറൈസർ ഒന്നല്ല. കാരണം എനിക്ക് എൻ്റെ ഫേസിൽ ഒരു സംഭവം യൂസ് ചെയ്യാൻ പറ്റില്ല. എന്ത് ഉപയോഗിച്ചാൽ എൻ്റെ മുഖത്ത് കുരുക്കൾ വരും. പൗഡർ യൂസ് ചെയ്താൽ എൻ്റെ മുഖത്ത് കുരുക്കൾ വരും. അപ്പോൾ ഞാനിവിടെ ബേബി ലോഷനാണ് യൂസ് ചെയ്യുന്നത് ഗായ്സ്. അപ്പോൾ കുറച്ച് ബേബി ലോഷൻ എടുക്കാം. നമുക്ക് ഇനി അടുത്തത് എന്താ യൂസ് ചെയ്യേണ്ടത്? ലിപ്സ്റ്റിക് എന്താ ഇമ്പോർട്ടന്റ് ആണ്. ലിപ്സ്റ്റിക് മുഖ്യം പിടിക്കില്ലേ? അപ്പോൾ ലിപ്സ്റ്റിക് എടുത്തു. ലാക്മേയുടെ ലിപ്സ്റ്റിക് ആണ് ഗൈസ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ലിപ്സ്റ്റിക്. ഓപ്പൺ ആക്കാം. ഒന്നും വിചാരിച്ചില്ലെങ്കിൽ ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇത് ഉപയോഗിച്ച് തീരാറായി ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇത് യൂസ് ചെയ്യാം. നല്ല കളറല്ലേ ഗൈസ്? പൂവിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടു. നെക്സ്റ്റ് നമുക്ക് എന്താ, അയ്യോ ഒരു കാര്യം പറഞ്ഞു, കുറച്ച് കണ്ണ് എഴുതി കൊടുക്കാം. ഐലൈനർ എഴുതി കൊടുക്കാം ഗൈസ്. ഞാനിവിടെ എല്ലാവരും യൂസ് ചെയ്യുന്ന ഡാസ്ലറിന്റെ ഐലൈനറാണ് ഞാനും എടുത്താക്കുന്നത്. അപ്പോൾ നമുക്ക് ഐലൈനർ എഴുതി കൊടുക്കാം. ഐലൈനർ എഴുതാൻ കുറച്ചധികം നേരം വേണം. ഓക്കെ ഗൈസ്, നമുക്കപ്പോൾ അടുത്തത് നമുക്ക് പൊട്ട് തൊടാം. ഞാനിവിടെ ചെറിയൊരു റെഡ് കളർ പൊട്ടാണ് എടുത്താക്കുന്നത്. അപ്പോ നമുക്ക് പോകേണ്ടല്ലോ ഇത്. അപ്പൊ നമുക്ക് മുടി സ്ട്രെയിറ്റ് ചെയ്യാം. കുറച്ച് അധികം നേരം എടുക്കും മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ. മുടി സ്ട്രെയിറ്റ് ആവുന്നുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഭയങ്കരയോടൊന്നും സ്ട്രെയിറ്റ് ചെയ്തിട്ടില്ല, നൈസായിട്ടൊന്നും സ്ട്രെയിറ്റ് ചെയ്തോളൂ. കാരണം മുടി ഇരിക്കണില്ല, നിറച്ചും വെളിച്ചെണ്ണ. അപ്പോൾ നമുക്ക് ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. ഇതാണ് ഞാനിവിടെ ഇന്ന് എടുക്കാൻ പോകുന്ന ഡ്രസ്സ്. അപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ എൻ്റെ ഷോർട്സ് എടുക്കട്ടെ. അങ്ങനെ നമ്മുടെ ഷോർട്സ് എല്ലാം എടുത്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും ഷോർട്സ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ അറിയിക്കണം, മറക്കരുത് ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ വരെയും ടാറ്റാ, ബൈ ബൈ, സീ യു സൂൺ.